ഷാഫിയുടെ ഷോ ഇതുപോലെയുള്ള പ്രബുദ്ധമായ രാഷ്ട്രീയമുള്ളൊരു മണ്ണിലൊന്നും നടക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് വേണ്ടി 3 മണിക്കൂർ ഇവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, ഏതാണ്ട് 2 മണിക്കൂറോളം അദ്ദേഹത്തെ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക. അദ്ദേഹം കരുതിയ സീൻ എന്തായിരുന്നു? അദ്ദേഹം കരുതിയ സീന് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPM-ന്റെ പ്രവർത്തകർ ഒരു വശത്ത് പ്രകടനം നടത്തിയുകൊണ്ട് സംഘടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങൾ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ ഞങ്ങൾ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനല്ലേ അദ്ദേഹം ശ്രമിച്ചത്? വന്നു നോക്കുമ്പോൾ സീനാകെ മാറി. ഞങ്ങൾക്കറിയാം ഈ ഷോ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ ഈ ഷോ നേരത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഞങ്ങൾ മാറിയത്. അല്ല, UDF അങ്ങനെ പല കള്ളപ്രചാരണങ്ങളും നടത്താൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. നമുക്കെല്ലാവർക്കും അത് അറിയാവുന്നതാണ്. എന്തായാലും CPM-ന് അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുക്കുന്ന ഏർപ്പാട് CPM-ന്റെ മുന്നിലില്ല. ഇവിടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുന്ന സാഹചര്യം ഉണ്ടായി. അത് നിങ്ങൾ മാധ്യമങ്ങളുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരാതിരിക്കാൻ കാരണം മറ്റൊരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത്. ഒരു ചെറുപ്പക്കാരൻ അതിരൂക്ഷമായി പോലീസിനോട് കയർത്തും അസഭ്യവും പുറത്തു പറയാൻ വേണ്ടി പറ്റാത്ത രീതിയിലെല്ലാം സംസാരിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. ആ സീനിലേക്ക് എല്ലാ ക്യാമറകളും തിരിഞ്ഞ സമയത്താണ് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്നത്. അങ്ങനെ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യം പിന്നീടാണ് മാധ്യമങ്ങളുടെയും ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളുടെയും എല്ലാം ശ്രദ്ധയിൽ വരികയും അത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായ ഏറ്റവും ഗൗരവകരമായൊരു വിഷയം പേരാമ്പ്രയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നേരത്തെ, ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഫോറൻസിക് സംഘം ഉൾപ്പെടെ വന്നുകൊണ്ട് വിശദമായ പരിശോധന നടത്തി. ആ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ശേഖരിക്കപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ ക്രിമിനൽ സ്വഭാവം കാണിച്ച ആളുകൾക്കെതിരായിട്ടുള്ള പോലീസിൻ്റെ ആക്ഷൻ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ CPM-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തികച്ചും ഈ വിഷയത്തിൽ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പെരുമാറിയത്. ഓരോ കാര്യവും പരിശോധിച്ചാൽ അത് അറിയാവുന്നതാണ്. നേരത്തെ പേരാമ്പ്ര നഗരത്തിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമം ബോധപൂർവം ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആക്രമിക്കപ്പെട്ടത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആക്രമിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതാണ്. അത് ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപ ലൈഫിലൂടെയും അതുപോലെ തന്നെ 26,017 രൂപ തൊഴിലുറപ്പിലൂടെയും നീക്കിവെച്ചുകൊണ്ട് പഞ്ചായത്ത് അനുവദിച്ചൊരു വീട് കോൺഗ്രസിന്റെ വീടാണ്, കോൺഗ്രസ് അനുവദിച്ച വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ താക്കോൽ കൈമാറുന്ന, കൊട്ടിഘോഷിച്ച് താക്കോൽ കൈമാറുന്ന സാഹചര്യം ഉണ്ടായി. അത് പഞ്ചായത്ത് പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി തുറന്നു കാണിച്ചതിനുള്ള വിരോധമാണ് തീർക്കുന്നത്. ഇങ്ങനെ വ്യക്തിവിരോധം തീർക്കുക എന്നത് ഒരു MP-ക്ക് ചേർന്ന നിലപാടാണ്. ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഉൾപ്പെടെ ആലോചിക്കേണ്ടത്, പേരാമ്പ്ര ഏറെ ബഹുമാനിക്കുന്ന, പേരാമ്പ്ര ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിത്വമാണ് പേരാമ്പ്ര MLA-യും LDF-ന്റെ സ്റ്റേറ്റ് കൺവീനറുമായിട്ടുള്ള സഖാവ് TP രാമകൃഷ്ണന് നേരെ നടത്തിയ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ആക്ഷേപങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതാണോ? പൊതുസമൂഹത്തിന് ചേർന്നതാണോ? ഏതെങ്കിലും രീതിയിൽ UDF-ന്റെയോ കോൺഗ്രസിന്റെയോ പ്രവർത്തകർക്ക്, സാധാരണ പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതാണോ? എന്തൊരു സംസ്കാരമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇവിടെ നിന്ന് ഷാഫി എന്തായിരുന്നു ഉദ്ദേശിച്ചത്? ഷാഫിയുടെ ഷോ ഇതുപോലെയുള്ള പ്രബുദ്ധമായ രാഷ്ട്രീയമുള്ളൊരു മണ്ണിലൊന്നും നടക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് വേണ്ടി 3 മണിക്കൂർ ഇവിടെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, ഏതാണ്ട് 2 മണിക്കൂറോളം അദ്ദേഹത്തെ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുക. അദ്ദേഹം കരുതിയ സീൻ എന്തായിരുന്നു? അദ്ദേഹം കരുതിയ സീന് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPM-ന്റെ പ്രവർത്തകർ ഒരു വശത്ത് പ്രകടനം നടത്തിയുകൊണ്ട് സംഘടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഞങ്ങൾ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ ഞങ്ങൾ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനല്ലേ അദ്ദേഹം ശ്രമിച്ചത്? വന്നു നോക്കുമ്പോൾ സീനാകെ മാറി. ഞങ്ങൾക്കറിയാം ഈ ഷോ അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ ഈ ഷോ നേരത്തെ അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഞങ്ങൾ മാറിയത്.